നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന അസുഖത്തിനെയാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിന് മറ്റ് പേരുകളുമുണ്ട്. സ്ട്രെസ് കാർഡിയോമയോപ്പതി, പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്ട്രെസ് കൊണ്ട് ഹാർട്ടിൻ്റെ മസിലുകൾക്കുണ്ടാകുന്ന ബലക്ഷയം. ടക്കോസുബോ കാർഡിയോമയോപ്പതി എന്നും ഇതിനെ ജപ്പാനിൽ വിളിക്കുന്നു. ടക്കോസുബോ എന്നാൽ ജപ്പാനിലെ നീരാളികളെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുടം പോലെയുള്ള ഒരു കെണിയാണ്. ഈ അസുഖത്തിൽ ഹൃദയത്തിലെ പേശികളുടെ ബലക്ഷയം കൊണ്ട്, ഹൃദയത്തിൽ നമുക്കറിയാം 4 അറകളുണ്ട്. ഹൃദയത്തിലെ ഇടതുവശത്തുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിലെ പേശികളുടെ ബലക്ഷയം കൊണ്ട് ഒരു കുടത്തിന്റെ ആകൃതിയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു. അതിനാലാണ് ജപ്പാൻകാരനെ ടക്കോസുബോ കാർഡിയോമയോപ്പതി എന്ന് വിളിച്ചത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. ചില സമയങ്ങളിൽ സമ്മർദ്ദം, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, പ്രതീക്ഷിക്കാതെയുള്ള അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് ചില സമയങ്ങളിൽ അങ്ങേയറ്റം സന്തോഷം. കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ചിലർക്ക് നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല. വികാര തള്ളിച്ച ഉണ്ടാവുകയും അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ബോഡിയിലെ ഹോർമോണുകൾ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ തുടങ്ങിയ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്, അതായത് നോർമലായി നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺ നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയെ തരണം ചെയ്യാനായിട്ട് പ്രാപ്തമാക്കുന്ന ഹോർമോണുകളാണവ. എന്നിരുന്നാലും വളരെയധികം വികാര വിക്ഷോഭാവസ്ഥകളിൽ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിനെതിരെ, ഹാർട്ടിലെ മസിൽസിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം ഉണ്ടാകുന്നത്. അങ്ങനെ അത്രമേൽ വൈകാരികമായ അവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് ഹൃദയത്തിനുണ്ടാവുന്ന അവസ്ഥ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം. 1990-കളിൽ ആദ്യമായി ജപ്പാനിലാണ് ഈ അസുഖം മധ്യവയസ്കരായ സ്ത്രീകളിൽ വിവരിക്കുന്നത്. അന്ന് അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ടക്കോസുബോ കാർഡിയോമയോപ്പതി എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ഇത്തരം മാനസിക വിഷമങ്ങൾ, അത് സന്തോഷമാകട്ടെ സന്താപമാകട്ടെ, ഉണ്ടാകുന്ന എല്ലാവരിലും ഇതുണ്ടാകണമെന്നില്ല. കൂടുതലായി 55-60 വയസ്സിന് മേലുള്ള സ്ത്രീകളിലാണ് കണ്ടിരുന്നത്. എന്നിരുന്നാലും പുരുഷന്മാരിലും അപൂർവമായി ഇത് കാണാറുണ്ട്. ഇത് വളരെ അപൂർവമായ ഒരു രോഗാവസ്ഥയല്ല, എന്നിരുന്നാലും വളരെ കോമണായി കാണുന്നതുമല്ല. പലപ്പോഴും ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്കൊരു പ്രിയപ്പെട്ടവരുടെ വിയോഗം, അതുപോലെയുള്ള ഒരു വിഷമഘട്ടത്തിൽ നമുക്ക് ഹൃദയാഘാതത്തിന് സമാനമായ, അതായത് ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, ബോധക്ഷയം, ക്രമാതീതമായുള്ള നെഞ്ചിടിപ്പ്, ഇത്തരം രോഗലക്ഷണങ്ങളോടുകൂടിയാണ് സാധാരണയായി ഈ അസുഖം കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാവുക, ഒരു എമർജൻസി സർജറി വേണ്ടി വരിക, ICUയിൽ കുറച്ച് കിടക്കേണ്ടി വരിക, ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ശാരീരികമായ സമ്മർദ്ദം, മാനസികമായ സമ്മർദ്ദം കൊണ്ട് നമുക്ക് ഹൃദയാഘാതത്തിന് സമാനമായ രോഗലക്ഷണങ്ങളും, എന്നാൽ ഹൃദയാഘാതത്തിന് സമാനമായ ബ്ലഡ് ടെസ്റ്റുകൾ, സാധാരണ നമ്മൾ ഹൃദയാഘാതത്തിന് ഉപയോഗിക്കുന്ന ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റിവിറ്റി, അതുപോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ പോസിറ്റീവ് ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം, എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ ഹൃദയാഘാതത്തിന് സമാനമായതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഒരു മെഡിക്കൽ അറ്റൻഷൻ, ഒരു ഡോക്ടറുടെ വൈദ്യസഹായം തേടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആദ്യം ഒരു ECG ചെയ്യുന്നു. ECG ചെയ്തിട്ട് ECGയിൽ വ്യതിയാനങ്ങളുണ്ടോ? ഹൃദയാഘാതത്തിന് സമാനമായ വ്യതിയാനങ്ങൾ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിലും കാണാം. പിന്നെ ഹാർട്ടിൻ്റെ മസിലിൻ്റെ പ്രവർത്തനം, പമ്പിംഗ് കപ്പാസിറ്റി തുടങ്ങിയവ ചെക്ക് ചെയ്യുന്ന എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റിന് വിധേയരായേക്കാം. അതിനുശേഷം നമ്മൾ പറഞ്ഞുവല്ലോ, ഹൃദയാഘാതത്തിന് സമാനമാണ്. അപ്പോൾ ആൻജിയോഗ്രാം എന്നൊരു ടെസ്റ്റിലൂടെ ഹൃദയത്തിലെ രക്തക്കൊഴൽ ബ്ലോക്കേജുകളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും ഹൃദയാഘാതവും ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, ഹൃദയാഘാതത്തിൽ രക്തക്കൊഴലുകളിൽ, ഹൃദയത്തിൻ്റെ ധമനികളിൽ, ഹൃദയത്തിൻ്റെ പേശികളിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുകയും ധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ കൊണ്ട് ആണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നില്ല, പകരം ഹൃദയത്തിലെ മസിലിലെ ബലക്ഷയമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഹൃദയാഘാതം നമ്മുടെ മരണത്തിന് കാരണമാകാൻ കൂടുതൽ സാധ്യതയുള്ള അസുഖമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല, ഇതൊരു ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം ആണോ അതോ ഹൃദയാഘാതമാണോ. അതുകൊണ്ട് മെഡിക്കൽ കെയർ വളരെ അത്യന്താപേക്ഷിതമാണ്. സാധാരണയായിട്ട് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൽ ആൻജിയോഗ്രാമിൽ പ്രശ്നങ്ങൾ കാണാറില്ല. ഇതാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമും ഹൃദയാഘാതവും തമ്മിലുള്ള വ്യത്യാസം. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൻ്റെ ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ, ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൽ നമ്മൾ പറഞ്ഞുവല്ലോ, ആൻജിയോഗ്രാമിൽ ബ്ലോക്കേജുകൾ കാണാറില്ല, എന്നാൽ ഹൃദയത്തിൻ്റെ മസിലിൽ ബലക്ഷയം കാണാം. ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കാം? ഹൃദയത്തിൻ്റെ മസിലെ ബലക്ഷയം കൊണ്ട് ശ്വാസം മുട്ടൽ, നെഞ്ചിടിപ്പിൻ്റെ പ്രശ്നങ്ങൾ, കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എണീറ്റിരുന്ന് ശ്വാസം മുട്ടി ചുമക്കേണ്ട അവസ്ഥ വരിക, ഇതിനെ ഹാർട്ട് ഫെയിലിയർ എന്നാണ് വിളിക്കുന്നത്. ഈ കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. 2, ഹാർട്ടിനുള്ളിലെ രക്തത്തിൻ്റെ പ്രവാഹത്തിലുണ്ടാകുന്ന വേഗത കുറവ്. ഹാർട്ടിലെ മസിലിലെ പമ്പിങ് കുറവ് കൊണ്ട് രക്തപ്രവാഹം സ്പീഡ് കുറയുകയും ബ്ലഡ് ക്ലോട്ട്സ്, അതായത് രക്തം ഹാർട്ടിനുള്ളിൽ കട്ട പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെ സംജാതമാകാറുണ്ട്. ആ ക്ലോട്ട് ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുകയാണെങ്കിൽ പക്ഷാഘാതം പോലുള്ള പ്രശ്നങ്ങളും വരാം. മറ്റൊരു പ്രശ്നം സംഭവിക്കാനിടയുള്ളത് നെഞ്ചിടിപ്പിൻ്റെ പ്രശ്നങ്ങളാണ്. നെഞ്ചിടിപ്പിൻ്റെ പ്രശ്നങ്ങൾ എന്നാൽ നെഞ്ചിടിപ്പ് കുറയുന്ന പ്രശ്നങ്ങൾ, ബ്രാഡികാർഡിയ. നെഞ്ചിടിപ്പ് കൂടുന്ന പ്രശ്നങ്ങൾ, അതിനെ ടാക്കിക്കാർഡിയ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നോർമൽ നെഞ്ചിടിപ്പ് 60 മുതൽ 100 വരെയാണ്. 100-ലേറെയോ ചിലപ്പോൾ 200 വേഗതയിലുള്ള നെഞ്ചിടിപ്പ് നമുക്ക് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തെറ്റായ നെഞ്ചിടിപ്പ് വരാൻ സാധ്യതയുണ്ട്.
പിന്നെ നമുക്ക് ഈ ഒരു അസുഖത്തിന് മറ്റ് പ്രശ്നങ്ങളെന്ന് പറയുന്നത് കാലക്രമേണ ചിലരിലെങ്കിലും ഈ ഒരു അസുഖം വളരെ ഗുരുതരമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ICU കിടക്കേണ്ടി വരിക, അധിക ദിവസം ആശുപത്രിവാസം, മാത്രമല്ല മരണം വരെ സംഭവിക്കാവുന്നതാണ്. ഇതിൻ്റെ ചികിത്സ പ്രധാനമായും മരുന്നുകളാണ്. മരുന്നുകൾ വിവിധ ഗണത്തിലുള്ള മരുന്നുകൾ, ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ കൂട്ടുന്ന മരുന്നുകൾ, തെറ്റായ നെഞ്ചിടിപ്പ് തടയുന്ന മരുന്നുകൾ, ശ്വാസം മുട്ടലിനുള്ള മരുന്നുകൾ, ഈ മരുന്നുകളെല്ലാം ശരിയായ രീതിയിൽ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും തന്നെ റിക്കവർ ചെയ്യുന്ന ഒരു അസുഖമാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം. വൈദ്യസഹായവും മരുന്നുകളുടെയും പ്രവർത്തനം കൊണ്ട് നമുക്ക് 2 മാസം കൊണ്ട് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഹൃദയത്തിൻ്റെ പമ്പിങ്ങിലെ കുറവ് വീണ്ടെടുക്കാവുന്നതാണ്. അതിനാൽ ഒരു വിഷമഘട്ടത്തിൽ നമുക്ക് ഹൃദയാഘാതം പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മെഡിക്കൽ കെയർ ഉടൻ തന്നെ നേടുകയും ഇതിനുള്ള ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അസുഖം മാത്രമായി മാറുന്നു. 2 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും റിക്കവറിയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി കുറച്ച് രസകരമായ ചരിത്രം ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിനെ കുറിച്ച്. 1991 ജനുവരി 18 പേർഷ്യൻ ഗൾഫ് വാർ പൊട്ടിപ്പുറപ്പെട്ടു. ഇറാഖ് ഇസ്രായേലിലേക്ക് 18 മിസൈൽ തൊടുത്തു. ആ സമയത്ത് ടെല്ലവീവിലും അടുത്തുള്ള ഹൈഫ റീജിയനിലുമുള്ള ജനങ്ങൾ വളരെയധികം ഭീതിയോടുകൂടി അവരുടെ വീടിനുള്ള ബങ്കറുകളിൽ ഒളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തുള്ള മരണങ്ങളുടെ കണക്കെടുപ്പിൽ മനസ്സിലായതെന്നാൽ മിസൈലുകളിൽ മരണപ്പെട്ടവരെക്കാളും കൂടുതൽ ആളുകൾ ടെൻഷൻ, സ്ട്രെസ്സിലൂടെ ഹൃദയാഘാതത്തിന് സമാനമായ രോഗലക്ഷണങ്ങളോട് മരിക്കുകയുണ്ടായി. അത് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നത്. പിന്നെ ലോസ് ഏഞ്ചൽസിൽ 1994 ജനുവരി 17 ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. നോർത്ത് റിഡ്ജ് ഭൂകമ്പം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നോർത്ത് റിഡ്ജ് എന്ന ഈ ടൗണിൽ ഒരു ദിവസം 2 പേരാണ് സാധാരണ മരണപ്പെടുന്നത്. അന്ന് ഈ ഭൂകമ്പം ഉണ്ടായി 1 മണിക്കൂറിനുള്ളിൽ തന്നെ 16 പേർ ഹൃദയ സംബന്ധമായ രോഗലക്ഷണങ്ങളോടുകൂടി മരണപ്പെട്ടു. ഇതും ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്നാണ് വിശ്വസിക്കുന്നത്. മൃഗങ്ങളിലും ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിന് സമാനമായ കണ്ടീഷൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ക്യാപ്ചർ മയോപ്പതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപകടത്തിൽപ്പെടുന്ന മൃഗങ്ങൾ, കൂട്ടിലടക്കപ്പെടുന്ന മൃഗങ്ങൾ, പുലികൾ പെട്ടെന്ന് അടുത്ത ദിവസം മരിച്ചുപോയി എന്ന വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ? അതും ഇതിന് മനുഷ്യർക്ക് സമാനമായിട്ടുള്ള ക്യാപ്ചർ മയോപ്പതി ഹോർമോണുകളുടെ പ്രഭാവത്തിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് മാത്രമോ, വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ലേഡി മൊണ്ടേക്ക് റോമിയോയ്ക്കുണ്ടായ ബുദ്ധിമുട്ടിൽ നിന്ന് ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്നും വില്യം ഷേക്സ്പിയറിന്റെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര അതിനുള്ളിൽ ഇനോബാർബസും ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് സയൻസ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, തലച്ചോറിനുള്ളിലാണ് നമ്മുടെ ചിന്തകൾ, മനസ്സ് തലച്ചോറിനുള്ളിലാണ്. എന്നാൽ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിരിക്കുന്നത് ഹൃദയം, മനസ്സ് ഇത് രണ്ടും ഒന്നാണെന്നാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള അന്തർധാര എങ്ങനെയാണ്? നാഡികളിലും ഹോർമോണുകളിലും കൂടെയാണ് ഹൃദയവും മനസ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ, മാനസികം മാത്രമല്ല ശാരീരികമായ ബുദ്ധിമുട്ടുകളും വളരെ അതീവ പ്രശ്നകരമായ സന്ദർഭങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ മസിൽ തന്നെ ഡയറക്റ്റ് ഡാമേജ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് മാത്രമല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അവരൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്നൊരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനായിട്ട് സഹായകരമായേക്കാം. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ്. നാളെ വൈകുന്നേരം 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ. മറക്കാതെ കേൾക്കുക വയലും വീടും നാളെ വൈകുന്നേരം 6:50.